ഹലോ ഗൈസ്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, ലിൻഡ ഇന്ന് വീഡിയോയിലില്ല, അവൾ ജോലിക്ക് പോയേക്കുവാണ്. അപ്പം ഞാനും സാബും കൂടി ഒരു ബോയ്സ് ഡേ ഔട്ടിന് ഇറങ്ങിയേക്കുവാണ്. ചുമ്മാ പള്ളിയിൽ പോകാന്ന് പറഞ്ഞ പള്ളി പോകാൻ വേണ്ടി ഇറങ്ങിയാണ്, പക്ഷേ ലേറ്റായി പോയി. അപ്പം നേരെ നമ്മൾ കുറച്ച് പ്രകൃതി സൗന്ദര്യപരമായ സ്ഥലങ്ങൾ ആസ്വദിക്കാൻ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിലെ ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഇതാണ് സ്ഥലം. സാബു ഇവിടെ നിന്ന് പുല്ലൊക്കെ പറിക്കുന്നുണ്ട്. പോവാണ്. അപ്പം ബാക്കി ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ. നല്ല പഴയ രീതിയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റിലെ വീടുകളും സംഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണാം. സാബു ഇങ്ങനെ പൂവൊക്കെ പറിച്ച്, കുഞ്ഞു മനസ്സാണ് അവൻ്റെ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ട ആ കാണുന്ന കാസ്റ്റിൽ പോകാൻ വേണ്ടിയാണ് വന്നത്. മേളിൽ കാണുന്ന കാസ്റ്റിലല്ലേ, അതിനെ മേളിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ കണ്ട ആ ഭാഗത്തോടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ മേളിൽ കയറ്റി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ കാസ്റ്റിലോട്ട് മേളിലോട്ട് കയറാൻ വഴിയൊന്നുമില്ല. അപ്പോൾ കാറ് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വ്യൂ കണ്ടത്. അപ്പോൾ വിചാരിച്ചു ആദ്യമേ ഇത് ഇവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ നേരെ തിരിച്ചു പോയി കാസ്റ്റലിൻ്റെ മേലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടുകളൊക്കെ കണ്ടോ. പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര കാമായിട്ടുള്ള ഏരിയ. ഈ ജർമ്മനിയിലൊക്കെ ഈ കാട്ടിലോട്ടൊക്കെ നടക്കുമ്പം എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇങ്ങനടുത്ത് ഇത് മേളിൽ കയറിയിരുന്ന് എന്തോ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പണിഞ്ഞു വെച്ചേക്കുന്ന സംഭവമാണ്. പക്ഷേ എന്ത് മോണിറ്റർ ചെയ്യാനാണ് എന്നറിയില്ല ഈ ഒരു ലൊക്കേഷനിൽ. ഇതെന്താ നിനക്കറിയാമോ? എന്തിനാ ചെയ്യുന്നത്? ഞങ്ങൾ നടന്ന് ഒരു കാടിനകത്തെത്തി. ഇപ്പോൾ കണ്ടോ വിറകൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഈ വിൻ്ററിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഇവിടുത്തെ മരങ്ങളിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടേ. ഇപ്പം ഇതൊരു കൊടും വനമാണ് അല്ലേ. ഞങ്ങളതായത് ഇനി അകത്തോട്ട് പോകുന്നില്ല. കാര്യം വേറെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. അപ്പം ഇനി എന്താണ് അകത്ത് വല്ല പുലിയോ ഇതൊക്കെ ഉണ്ടോയെന്നറിയില്ല. എന്നാലും ഞങ്ങൾ തിരിച്ച് കടക്കട്ടെ. ഇനി അകത്തോട്ട് ഫുള്ള് ഈ ഫോറസ്റ്റ് ഫുള്ള് കാടായി. നീ എന്തോ ഒരു കാര്യം മുട്ടയിടാൻ നടക്കുന്ന നടക്കുന്നേ. തിരിച്ചടക്കാം പാ, ഞാൻ തിരിച്ചു നടക്കുക, നീ എന്താ അങ്ങോട്ട് വിട്ടു. ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് വീണ്ടും. ഏതാ ഇടത്തോട്ടോ വലത്തോട്ടോ? ഇടത്തോട്ട് പോവാം. നമ്മൾ ഇടതല്ലേ മനസ്സിലാ. ഇടത്ത് ഇങ്ങനെ മേളിലോട്ട് നടന്നു ചെല്ലുമ്പോൾ എന്തോ കാര്യമായിട്ട് കാണാനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അല്ലേ. ഇതെയാ കുനിയുന്നേ. ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. അവിടെ അടിപൊളി വ്യൂ ആണ്. സൂം ചെയ്താൽ ഇത്രയും സൂം ആകത്തുള്ളൂ. എന്തായാലും ഈ സൈഡിൽ എന്തോ ഉണ്ട് സംതിങ്. എല്ലാവരുടെ വീട് പറമ്പിലോട്ടായിരിക്കും കയറിപ്പോ. ആണ്ടോ ഇവിടെ വിറക് ഇങ്ങനെ കുറേ അടുക്കി വെച്ചിട്ടുണ്ട് വിൻ്ററിന് വേണ്ടി. ഇല്ല കഴിഞ്ഞല്ലേ. ഓക്കെ, അങ്ങോട്ട് അത്രേ ഉള്ളൂ. വലിയ ഫാൻ ഷെറീന പറഞ്ഞ പോലെ വലിയ ഫാൻ. അങ്ങനെയൊക്കെ വിൻഡ് മില്ല് കാണാം കുറേ. ജർമ്മനിയിൽ ഈ ബാഡമോട്ടംബർഗിലോട്ട് വന്നാൽ കുറേ വിൻഡ് മില്ല് കാണാം. കണ്ടോ കണ്ടേ, ഇവിടെ എല്ലാം വിൻഡ് മില്ല. എല്ലായിടത്തും വിൻഡ് മില്ല. തിരിച്ചിറങ്ങിയാലോ? തിരിച്ചു നടക്കാം അല്ലേ. ഞങ്ങളിനി തിരിച്ചു നടക്കട്ടെ. ഇതുവരെ ഞങ്ങൾ ആ കാസ്റ്റലിൽ പോയില്ല. കാസ്റ്റലിൽ പോകാൻ വഴി ഉണ്ടെങ്കിൽ പോവാം അല്ലേ. വഴി കാണും. വഴി വെട്ടി തെളിച്ച് നമ്മൾ പോകും. ഞങ്ങൾ വണ്ടി അവസാനം ഞങ്ങൾ നേരത്തെ അങ്ങായിരുന്നു, അങ്ങ് കാണുന്ന മലയുടെ മേലിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി, ഇങ്ങനെ അവിടെ ചെന്ന് അവിടെ ആ പാർക്കിങ്ങിൽ കൊണ്ടിട്ട് എന്നിട്ട് ഇനിയും വീണ്ടും തിരിച്ച ആണ്ടേ കാസ്റ്റിൽ കണ്ട അവിടെ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു പള്ളിയിൽ മണി അടിക്കുന്നു. ഞങ്ങൾ ഈ പള്ളിയിലല്ല പോകാൻ ഇറങ്ങി കേട്ടോ, ഞങ്ങൾ വേറെ പള്ളിയിലാണ് പോകാൻ ഇറങ്ങി.
അത് നടക്കട്ടെ മേളിലോട്ട് എന്തായാലും. ഈ ബാടാമുട്ടമ്പറ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും ട്രാക്ടർ കാണും, എല്ലാ വീടുകളിലും. ട്രാക്ടർ എന്തിനാണെന്നറിയാമോ? എന്തിനാ? കള പറക്കാൻ. എന്താ കള പറക്കാനോ? എന്താ? ഉഴുതു മറിക്കാൻ. അതെ. ഈ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇതിനെന്താ പറയുന്നത്? ചെമ്മരിയാട് തന്നെയല്ലേ ഇത്? ചെമ്മരിയാട് തന്നെയാണോ? ഇവിടെ കണ്ടേ ചെമ്മരിയാടുകൾ, ഒരു 5-6 ചെമ്മരിയാടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് വേറെ രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നത്. ഈ ചെമ്മരിയാടിനെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ശരിക്കും? പാലെടുക്കുമോ ചെമ്മരിയാടിൻ്റെ? വൂളൻകോത്ത്. ഇത് കണ്ടോ മറ്റേ തേനീച്ചയ്ക്ക് വന്നിരിക്കാൻ വേണ്ടിയുള്ള കൂട്. ഇത് കണ്ടോ തേനീച്ച ഇരിക്കാനുള്ള കൂട്, തേനീച്ചക്കൂട്. ഈ കാണുന്ന ആപ്പിൾ മരമാണ് കേട്ടോ. ഇതിലാണ് ആപ്പിൾ കിളിക്കുന്നത്. ഇത് ആപ്പിളാണോ? അത് ആപ്പിളാ. എന്താ കൈസ് പശു, നല്ല ജേഴ്സി പശു, പാല് തരുന്ന. എടാ എന്തിനാ കയ്യോ? എന്തിനാ? എടാ പോടാ. ഇവനെന്നെ കൊല്ലാൻ നോക്കുന്നു. എൻ്റെ ഭാര്യ ഇത് അറിഞ്ഞോണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. കാസ്റ്റിലിൻ്റെ അവിടെ പോകണമെന്ന് നടക്കുന്ന കാര്യമല്ല, കുറേ നടക്കാനുണ്ട്. ഇവനെ ഒട്ടും നടക്കാൻ വയ്യ. ഇവൻ നടക്കുമ്പോൾ തന്നെ ഇവനെ അണയ്ക്കുക. പിന്നെ ഇവന് നടക്കാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് ഞങ്ങളെന്തായാലും പോകുന്നില്ല. ഞങ്ങളതുകൊണ്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു അല്ലേ? കുറേ അടുത്ത് ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പിടിക്കാം. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി. നോർമലി വീക്കെൻഡ്സിലൊക്കെ സിനിമയൊക്കെ കണ്ട് വീട്ടിൽ ഇരിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഒരു തീരുമാനം എടുത്തു. ഇനി എല്ലാ ആഴ്ചയും പുറത്തിറങ്ങുകയാണ്. കാര്യം മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ.